എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കമ്പോസ്റ്റ് ബോക്സ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഞാൻ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ തുടങ്ങിയത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വളങ്ങൾ വാങ്ങുന്ന കേസാണ്. അപ്പോൾ വളങ്ങൾ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തന്നെ സിമ്പിളായിട്ട് കുറച്ച് വളങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ മെയിനായിട്ടൊരു കമ്പോസ്റ്റ് ബോക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളതും ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചെറിയ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞാൻ കമ്പോസ്റ്റ് ബോക്സ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ഒരു 50 ലിറ്ററിൻ്റെ ക്യാൻ വാങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. ഇത് ഏകദേശം ഒരു 250 രൂപമായിട്ടുണ്ട്. പിന്നെ വാങ്ങിയതൊരു MTFT ആണ്. അതൊരു PVC 1 ഇഞ്ചിൻ്റെ. അതിന് ഏകദേശം ഒരു 48 രൂപ വില വന്നിട്ടുണ്ട്. പിന്നെ ഒരു കണക്ടറും വാങ്ങിയിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 20 രൂപ വില വന്നിട്ടുണ്ട്. പിന്നെ ഒരു ടഫ്ലോൺ ടിപ്പ്, പിന്നെ ഒരു പഴയ PVC 1 ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തു. അതാണ് MTFT ഫ്രണ്ട് വശം ഒന്ന് മാർക്ക് ചെയ്ത ശേഷം നമുക്കൊരു ഉപയോഗിച്ച് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അളവെടുത്ത് കൊടുത്ത് MTFT കയറത്തക്ക രീതിയിൽ ഒരു ഹോൾ ഉണ്ടാക്കി ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വശം അകത്തൊന്ന് കയറ്റിയ ശേഷം അവിടെ നമുക്ക് പുഷ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒന്ന് ടൈറ്റ് ചെയ്യണം. പൈപ്പ് റേഞ്ച് ഉപയോഗിച്ച് ഓവർ ടൈറ്റ് ആക്കാതെ ചെറിയ രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ ഒരു ടഫ്ലോൺ ടേപ്പ് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കണക്ടർ എടുത്തിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുറിച്ച് വെച്ച പൈപ്പ് അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പോസ്റ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ടോപ്പിലായിട്ട് നമുക്കൊരു എയർ ഹോൾ വേണം. അതിന് വേണ്ടി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് സോൾഡർ അയൺ വെച്ച് ഹോൾ ഉണ്ടാക്കി പിന്നെ നമ്മുടെ MTFT വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഉഷൊക്കെ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് നമ്മൾ കണക്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ പൈപ്പൊക്കെ വെച്ച് ഒരു ടീ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കമ്പോസ്റ്റ് ബോക്സ് അടച്ചു വെക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഹോളിൽ കൂടി നമ്മുടെ ബ്ലാക്ക് സോൾജേഴ്സ് ഫ്ലൈകളൊക്കെ വന്നിട്ട് മുട്ടയിടാനും അങ്ങനെ നമുക്ക് ഇത് അടച്ച് സൂക്ഷിക്കാനും കഴിയും. ഇപ്പോൾ നമ്മുടെ കമ്പോസ്റ്റിൻ്റെ പണികളൊക്കെ ഏകദേശം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫില്ല് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അടുക്കള മാലിന്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ച ചാണകം, മണ്ണ്, പിന്നെ ശീമക്കൊന്നട ഇല. ഇത് മൂന്നാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ടാങ്കിലേക്ക് ശീമക്കൊന്നട ഇല നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം മണ്ണ് അതിലേക്ക് നല്ല ഫില്ല് ചെയ്ത് കൊടുക്കാം. ശീമക്കൊന്നട ഇല മൂടത്തക്ക രീതിയിൽ നമ്മൾ മണ്ണും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ച ചാണകം കലക്കിയിട്ട് അതതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് നമുക്ക് എല്ലായിടത്തും തന്നെ രീതിയിലൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ അടുക്കള മാലിന്യങ്ങളും പച്ചക്കറി വേസ്റ്റും അങ്ങനെ എന്തും പ്ലാസ്റ്റിക്കും നാരങ്ങയുടെ തൊണ്ടൊക്കെ വെച്ച് ബാക്കി എന്തും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മണ്ണും ചാണകവും കമ്മ്യൂണിസ്റ്റ് വെച്ച് നമുക്ക് ഇട്ടിട്ട് ലെയറായിട്ടൊന്ന് ഓരോ ലെയറായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മുഴുവനും വേസ്റ്റേജിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇത് അടച്ചു വെക്കുക. ഈ വേസ്റ്റൊക്കെ കമ്പോസ്റ്റ് ബോക്സിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് താഴെയുള്ള പൈപ്പിൽ കൂടി സ്ലറി വരാൻ തുടങ്ങും. അപ്പോൾ ഈ സ്ലറി എടുത്ത് വയ്ക്കുക. ഇത് നമുക്ക് വെള്ളം ചേർത്ത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. നല്ലൊരു വളമാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്ലാക്ക് സോൾജേഴ്സ് ഫ്ലൈകളൊക്കെ വന്നിട്ട് മുട്ടയിടാൻ തുടങ്ങും. അങ്ങനെ മുട്ടയിട്ട് ലാർവകൾ വന്നിട്ട് ഈ വേസ്റ്റ് മുഴുവൻ ഭക്ഷിച്ച് നമ്മുടെ വേസ്റ്റ് നല്ലൊരു വളമാക്കി തരും. ഇനി നമ്മുടെ കൃഷിക്ക് ആവശ്യമായ വളങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേസ്റ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.